പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 80-ാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മുഖം പ്രകാശിച്ചാലെന്ന കണക്ക് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ, ദ ജെന്റിൽ സെയിന്റ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മെത്രാനും വേദപാരംഗതനുമായൊരു മനുഷ്യൻ, ബഹുമാനപ്പെട്ട ബോബി ജോസ് കട്ടിക്കാളച്ചൻ തൻ്റെ ഒരു പ്രൊഫസറിനെ കുറിച്ച് ഓർത്തെടുക്കുന്നത് പ്രകാരമാണ്. തലയ്ക്ക് കഴുത്തിന് മീതെ ശിരസില്ല എന്ന വിധത്തിൽ ഏതാണ്ട് 10-ൽ കൂടുതൽ ഭാഷകൾ സംസാരിച്ചിരുന്ന ഒരാൾ, ഒരുപാട് സെമിനാരിക്കാരെ പഠിപ്പിച്ചിരുന്ന ഒരു വലിയൊരു പ്രൊഫസർ, വിജ്ഞാനിയായിട്ടുള്ള സ്റ്റിൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആയി തന്നെ ജീവിച്ചിരുന്ന ഒരു ലൂക്കച്ചനെ കുറിച്ച് പറയുന്നുണ്ട്. കഴുത്തിന് മുകളിൽ ശിരസില്ല എന്ന വിധത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ കണക്ക്. ഇതുപോലെ തന്നെ മെത്രാനാണ്, വേദപാരംഗതനാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള യാതൊരു തലക്കനവുമില്ലാതെ വളരെ ശാന്തതയോടുകൂടി ജീവിച്ചിരുന്നൊരു വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. അദ്ദേഹത്തിൻ്റെ ശാന്തത കണ്ടിട്ട്, അതായത് ഒരാളെപ്പോലും തിരുത്താനോ വേദനിപ്പിക്കാനോ ശ്രമിക്കാതിരുന്ന ഫ്രാൻസിസ് സെയിൽസിനെ കണ്ടിട്ടൊരു മനുഷ്യൻ പറയുന്നുണ്ട്, ഈ ഫ്രാൻസിസ് സെയിൽസ് ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും, എന്നാൽ സെയിൽസിലെ മെത്രാൻ പോകുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജനോവയിലെ മെത്രാനായിരുന്നു അദ്ദേഹം. ജനോവയിലെ മെത്രാൻ്റെ കാര്യം എനിക്ക് സംശയമാണ്, എനിക്ക് ഉറപ്പ് പറയുക സാധ്യമല്ല എന്ന് ഒരു ക്രിട്ടിക്ക് അദ്ദേഹത്തെ നോക്കി പറയുന്നുണ്ട്. കാരണം ഇത്രയും ശാന്തതയൊന്നും അല്ല. നമുക്ക് തിരുത്തേണ്ട സമയത്ത് തിരുത്തണം, കുറച്ച് കർക്കശക്കാരനാവണമെന്നൊക്കെ പറയുമ്പോൾ ഫ്രാൻസിസ് സെയിൽസ് പറയുന്ന കാര്യം, ശാന്തത ശരിക്കും സ്നേഹമല്ലേ? കർത്താവിൻ്റെ മുഖത്ത് കാണുന്ന സ്നേഹത്തിൻ്റെ പേരല്ലേ ശാന്തത? ഈ ചോദ്യത്തിന് മുൻപിൽ അദ്ദേഹത്തിന് ഉത്തരവില്ല. കർത്താവെ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഓർക്കണം. ആ ശാന്തതയില്ലായിരുന്നെങ്കിൽ മനുഷ്യരിങ്ങനെ അവിടുത്തെ കോപത്തിൽ വെന്തുരുകിപ്പോയാനേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ശരിക്കും കർത്താവ് നമ്മളോട് കോപിച്ചിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, സ്വർഗം നമ്മളുടെ നേരെ ക്രോധത്തിലാണെങ്കിൽ ഈ ഭൂമി എങ്ങനെ നിലനിൽക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എങ്ങനെയാണ് നിലനിൽപ്പുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിൻ്റെ മുഖത്തെ ശാന്തത സ്നേഹമാണ്. ഫ്രാൻസിസ് സെയിൽസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഒരു കുപ്പി വിനാഗിരി കൊണ്ടെന്നതിനേക്കാൾ ഒരു തുള്ളി തേൻ കൊണ്ട് നമുക്ക് ഈച്ചകളെ പിടിക്കാൻ പറ്റും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും സാരസത്ത. ഈ ശാന്തത കൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് മനുഷ്യരിങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നത്. എന്ത് തെറ്റ് ചെയ്താലും അവിടെ അവിടെ തങ്ങൾ തിരിച്ചെടുക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവിനോട് അതായിരുന്നല്ലോ പാപികളും ചുങ്കക്കാരുമായിട്ടുള്ള മനുഷ്യർക്കുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെന്റ്. അവനിലെ ഇങ്ങനെ തങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത, മറ്റുള്ളവരെ തള്ളിക്കളയുന്ന മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ക്രിസ്തുവിൻ്റെ നെഞ്ചിലേക്ക് വന്നത്, അവൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. ഇതുപോലെ തന്നെ ജീവിച്ചൊരു മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. അദ്ദേഹം ഇങ്ങനെ ശാന്തതയോടുകൂടി ജീവിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് കുറച്ചുകൂടെയൊക്കെ ആഴത്തിലേക്ക് പോകുന്ന നേരത്ത് 20 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോപം അദ്ദേഹം ഒന്ന് അടക്കാനായിട്ട് എടുത്ത വർഷങ്ങളുടെ കണക്കാണ് പറയണേ. 20 വർഷങ്ങളിലധികം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ അദ്ദേഹം കഠിന പരിശ്രമത്തിലായിരുന്നു ഈ ശാന്തതയെ കീഴടക്കാനായിട്ട്. ശാന്തത സ്നേഹമാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ അടുത്തേക്ക് നമ്മുടെ തെറ്റുപറ്റിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു ഭയവുമില്ലാതെ കയറി വരുന്ന വിധത്തിൽ ഒരു സ്നേഹം നിറഞ്ഞ ശാന്തതയോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ഒച്ചയുണ്ടാക്കണതെന്നൊരു പിടുത്തവും കിട്ടണില്ല. എന്തിനാണ് നമ്മൾ പൊട്ടിത്തെറിക്കണതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരിയാണ്, നിലവിട്ട് പോകുന്നുണ്ട് പലപ്പോഴും. നമ്മൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതിനും അപ്പുറത്തായിട്ട് മോശപ്പെട്ട രീതിയിലൊക്കെ ജീവിച്ചു പോകുമ്പോൾ
പാവപ്പെട്ട മനുഷ്യരായ നമുക്ക് നിലവിട്ട് പോവുക സ്വാഭാവികമാണ്. അവിടെയാണ് ഫ്രാൻസിസ് സെയിൽസ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു കുപ്പി വിനാഗിരി കൊണ്ടുവന്നതിനേക്കാൾ ഒരു തുള്ളി തേൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഈച്ചകളെ പിടിക്കാൻ പറ്റും. അനുഭവമാണിത്. എവിടെയൊക്കെ ഒച്ചയുണ്ടാക്കിയിട്ടുണ്ടോ അവിടെ നിന്ന് മനുഷ്യർ ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. എവിടെയൊക്കെ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നിട്ടുണ്ടോ അവിടെ നമുക്ക് ആത്മാക്കളെ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എവിടെ നമ്മൾ ഇങ്ങനെ ശാന്തമായി സ്നേഹപൂർവ്വം സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ മനുഷ്യരെ നേടിയിട്ടുണ്ട്. എവിടെയാണോ നമ്മൾ മനുഷ്യർ നമ്മുടെ വായടഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ വാ തുറക്കാതെ മറ്റുള്ളവരുടെ ദേഷ്യപ്പെടലുകൾ സഹിച്ചു നിന്നത്, ആ ദേഷ്യപ്പെട്ട ഒരാൾ നമ്മുടെ സ്നേഹിതനായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നും മിണ്ടാതെ പോകണമെന്നാണോ ചോദ്യം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ അല്ല പറയണേ. ഒരു സെമിനാരിയിൽ വെച്ച് നമ്മുടെ സ്പിരിച്വൽ ഫാദറൊക്കെ നമ്മളോട് ചോദിക്കുന്ന പോലെ തനിക്ക് കാര്യങ്ങൾ പറയാം, പക്ഷേ പറയേണ്ടതുപോലെ പറയാമല്ലോ. ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആത്മീയ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മാറ്റിയ ഒരു ഉപദേശമായിരുന്നു അത്. തനിക്ക് പറയേണ്ടത് പറയാം, ഉള്ള കാര്യങ്ങൾ പറയാം, പക്ഷേ പറയേണ്ടതുപോലെ പറയാമല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എന്നോട് പറ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ തല്ലിയത്? ഇങ്ങനെ കൈകെട്ടിയിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനോട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമാണ് വചനത്തിൽ. ഒച്ചപ്പാടില്ല, ബഹളങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ദേഷ്യമില്ല, പല്ലിറുമുലകളില്ല, ഒന്നുമില്ലാതെ വളരെ ശാന്തതയോടുകൂടെ ടു ദ പോയിൻ്റാണ് അവൻ്റെ നെഞ്ചിലേക്ക് എത്തുന്ന ചോദ്യം, ഞാൻ എന്താ തെറ്റ് ചെയ്തേ? ഇനി ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ തല്ലണേ? ആ പടയാളിയുടെ കൈ പിന്നെ പൊങ്ങില്ല. കാരണം അത്രയ്ക്ക് ശാന്തതയോടുകൂടെ കാര്യകാരണ സഹിതമുള്ള ചോദ്യമാണ്. നമുക്ക് കാര്യങ്ങൾ പറയാന്നേ, പക്ഷേ ശാന്തത കൈവിടാതെയുള്ള ഒരു ചോദ്യം ചെയ്യൽ ഒച്ചപ്പാടുകളേക്കാൾ 100 ഇരട്ടി ഫലം ചെയ്യും. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വാര്യത്തച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കാരണം നിങ്ങൾ എന്തിനാണ് അൾത്താരയിൽ നിന്ന് അലറി വിളിക്കുന്നത്? ചിലതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെയും ശൈലിയാണെന്നൊക്കെ പറയാം. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും ഉള്ളു നിറഞ്ഞ നീറിപ്പുകച്ചിലോടുകൂടെ നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഇടങ്ങളായി അൾത്താരകളൊക്കെ മാറുന്നത് നമ്മളും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവിടെ ആത്മാക്കളെ നേടുക അല്ല, നഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ അനുഭവങ്ങൾ സാക്ഷിയാണ്. ഇനിയെങ്കിലും നമുക്കൊക്കെ, അത് അൾത്താരയാണെങ്കിലും കുടുംബമാകുന്ന ദൈവാലയമാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും അവിടെ ഈ ഒച്ചപ്പാടുകൾ നിലച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ശാന്തതയോടുകൂടെ ഒന്ന് തിരിച്ച് പിടിക്കാനായിട്ടുള്ള വലിയ സ്നേഹത്തോടുകൂടെ അവരോടൊന്ന് ഇടപെടാനായിട്ടൊന്ന് ശ്രമിച്ചു തുടങ്ങണം. ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഞങ്ങളുടെ മുഖം, അങ്ങയുടെ മുഖം പ്രകാശിച്ചാൽ എന്ന കണക്ക് ഞങ്ങളുടെ ജീവിതം മാറണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമുക്കതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിമ്പല് ചെകുത്താൻ്റെ മുഖമാണ്. ദേഷ്യപ്പെടുന്നൊരു മുഖം ആലോചിച്ച് നോക്കിയാൽ മതി. വല്ലാതെ ഒരു വികൃതമായിട്ടുള്ളൊരു മുഖമാണ് ഓർമ്മയിൽ വരണേ. ശാന്തമായിട്ടുള്ള മുഖം, അത് ക്രിസ്തുവിൻ്റെ മുഖം തന്നെയാണ്. കർത്താവെ, ഞങ്ങളെ ശാന്തരാകാൻ പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബന്ധങ്ങളിൽ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും നിലവിട്ടു പോവാതിരിക്കാനുള്ള ശാന്തത ഈ വിശുദ്ധൻ വഴിയായി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ ആശീർവാദത്തിനായി നമുക്ക് കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയാമങ്ങളിൽ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവിട്ടു പോകുന്ന ദേഷ്യപ്പെടലുകളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല, വല്ലാതെ തളർന്നു പോകുന്ന ഈ തകർച്ചയുടെ നിമിഷങ്ങളിൽ പോലും ശാന്തമാവുക.
ഞാൻ ദൈവമാണെന്നറിയുക. ജീവിതം ഇങ്ങനെ ശാന്തമായ ഒഴുകുന്നൊരു പുഴ കണക്ക് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പതിയെ വീശിക്കൊണ്ടിരിക്കുന്നൊരു തെന്നൽ കണക്ക്. ഇതൊക്കെ ഭയങ്കര രസമാണെന്നേ ജീവിതം അങ്ങനെ പോകുമ്പോൾ. കർത്താവെ, അത് എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്നുള്ള, ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞങ്ങളെന്നുള്ള ബോധ്യത്തോടുകൂടെ ശാന്തരാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാന്തമായ രാത്രി നേരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.